ഓം സദ്ഗുരുഭ്യോ നമഃ. നമുക്ക് ലളിതാ സഹസ്രനാമത്തിലെ 21 മുതലുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം. ശ്ലോകങ്ങൾ ഇങ്ങനെയാണ്: സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ത ശിവ സ്വാധീനവല്ലഭ. അപ്പം ഈ ഒരു ശ്ലോകത്തിൽ ഒന്നാമതായി വരുന്നത് സർവാരുണ എന്നുള്ളതാണ്. സർവം അരുണമയമായിരിക്കുന്നവൾ, അതായത് ഉടലും ഉടുക്കുന്ന വസ്ത്രവും ആഭരണങ്ങളും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശോഭയും എല്ലാം തന്നെ അരുണ നിറമായിട്ടുള്ളവൾ, ചുവപ്പ് നിറമായിട്ടുള്ളവൾ എന്നുള്ളതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം വരുന്നത്. ദേവിയുടെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളും ആ അരുണമയത്തിലാണ്, അരുണ നിറത്തിലാണ് എന്നുള്ളതാണ് സർവാരുണ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് അനവദ്യാംഗി എന്നുള്ളതാണ്. സർവാരുണ അനവദ്യാംഗി, അനവദ്യങ്ങളായ അംഗങ്ങളോട് കൂടിയവൾ. അനവദ്യം എന്ന് പറയുമ്പം അവദ്യം എന്ന് പറഞ്ഞാൽ നിന്ദ്യമായത്, അനവദ്യം എന്ന് പറഞ്ഞാൽ വന്ധ്യമായത്, അതായത് ഉപേക്ഷിക്കാൻ ഒന്നുമില്ലാത്തത്, ഒട്ടും തന്നെ മോശമില്ലാത്തത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. അതായത് ദേവിയുടെ അംഗങ്ങളെല്ലാം തന്നെ ഓരോരോ ശരീരഭാഗവും അനവദ്യമായതാണ്, എല്ലാം വന്ധ്യമായതാണ്, ശ്രേഷ്ഠമായതാണ് എന്നുള്ളതാണ് അനവദ്യാംഗി, അനവദ്യങ്ങളായ അംഗങ്ങളോട് കൂടിയവൾ എന്നുള്ളതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം വരുന്നത്. സർവാരുണ അനവദ്യാംഗി സർവാഭരണഭൂഷിത, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നവൾ. സർവാഭരണഭൂഷിത, എല്ലാ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവൾ എന്നുകൂടെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ലളിതാ സഹസ്രനാമം തുടങ്ങുന്ന മുതൽ നമ്മൾ ഓരോരോ നാമങ്ങൾ നോക്കുമ്പോൾ ദേവിയുടെ അലങ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം എല്ലാതരം അലങ്കാരങ്ങളും ദേവിക്കുണ്ട് എന്നുള്ളതാണ്, എല്ലാതരം ആഭരണങ്ങളും ദേവിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് സർവാഭരണഭൂഷിത എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ശിവകാമേശ്വരാംഗസ്ഥ. ശിവകാമേശ്വരൻ്റെ, ശിവനാകുന്ന കാമേശ്വരൻ്റെ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അംഗം എന്നുള്ളത് കൊണ്ട് ഇവിടെ അംഗം, ആ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. നേരത്തെ അംഗം പറഞ്ഞു, ഇവിടെ വേറെ അംഗമാണ്, അതായത് മടിത്തട്ടാണ്. അംഗം എന്ന് പറഞ്ഞാൽ മടിത്തട്ടാണ്. അതായത് ശിവകാമേശ്വരൻ്റെ ഇടത്തെ തുടയിൽ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ളതാണ്. അതായത് സൃഷ്ടികർമ്മത്തിന് വേണ്ടി ഇച്ഛിക്കുന്ന പരമശിവൻ്റെ മടിത്തട്ടിൽ ദേവി ശിവൻ്റെ ഇച്ഛപ്രകാരം വന്നിരിക്കുകയാണ്. അതായത് സൃഷ്ടി കർമ്മം പൂർത്തീകരിക്കണമെങ്കിൽ ശിവനോടൊപ്പം ശക്തി കൂടിയേ തീരൂ. നമ്മൾ സൗന്ദര്യലഹരി വായിക്കുന്ന സമയത്ത് ആദ്യത്തെ വരി തന്നെ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം സൃഷ്ടികർമ്മം പൂർത്തീകരിക്കണമെങ്കിൽ ശിവനോടൊപ്പം ശക്തി കൂടിയേ തീരൂ എന്നുള്ള സങ്കല്പമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് ശിവകാമേശ്വരാംഗസ്ഥ. ഇനി ശിവ, അടുത്തത് ശിവയാണ്. അപ്പം ശിവൻ്റെ സ്ത്രീലിംഗ നാമമാണ് ശിവ എന്ന് പറയുന്നത്. അപ്പം ഏതൊന്നാണോ ശിവ എന്നുള്ള പദത്തിന്, ശിവം എന്നുള്ള പദത്തിന് അനുയോജ്യമായത്, അതിൻ്റെ എല്ലാം സ്ത്രീലിംഗ ശബ്ദം ശിവ എന്നുള്ള പദത്തിനും ചേരും എന്നുള്ളതാണ്. രണ്ടും വിഭിന്നമല്ല. അഗ്നിക്ക് എങ്ങനെയാണോ ചൂടുള്ളത്, ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാണോ നിലാവ് വരുന്നത്, സൂര്യന് എങ്ങനെയാണോ ആ ശോഭ പുറത്തു വരുന്നത്, അതുപോലെയാണ് ശിവനും ഒപ്പം തന്നെ ശിവായും എന്നുള്ളതാണ്. ഏതൊരു കഴിവാണോ, ഏതൊരു ശേഷിയാണോ ശിവം എന്നുള്ള പദത്തിന് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ എല്ലാം തന്നെ കാര്യങ്ങളും ശിവ എന്നുള്ള പദത്തിനുണ്ട് എന്നതാണ് ആ നാമം വളരെയധികം ശ്രേഷ്ഠമായ ഒന്നാണ്. ഇനി അത് കഴിഞ്ഞാൽ സ്വാധീനവല്ലഭ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വല്ലഭനെ എപ്പോഴും സ്വാധീനത്തിൽ നിർത്തുന്നവൾ എന്നുള്ളതാണ്. സ്വാധീനവല്ലഭ എന്നുള്ളതാണ്. ഇവിടെ വല്ലഭൻ എന്ന് മനസ്സിലാക്കേണ്ടത് പരമശിവനെയാണ്. അപ്പോൾ സ്വാധീനവല്ലഭ, ഈ വല്ലഭൻ എപ്പോഴും ദേവിയുടെ സ്വാധീനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വല്ലതും പറയാൻ, ശിവനോട് നേരിട്ട് പറയാനുണ്ടെങ്കിൽ അത് ദേവിയോട് പറഞ്ഞാൽ മതി, ദേവി എത്തിച്ചോളും. സ്വാധീനവല്ലഭ, എപ്പോഴും ഒരുമിച്ചിരിക്കുന്ന ശിവശക്തി, ആ സങ്കല്പമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മളും ശിവനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, നമ്മുടെ പൂജകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ശിവൻ സ്വാധീനത്തിലിരിക്കുന്നത് ദേവിയോടൊപ്പമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശിവ സ്വാധീനവല്ലഭ. അപ്പം ആ നാമങ്ങൾ വായിക്കുന്ന സമയത്ത്
നമ്മുടെ ഭഗവാന്റെ ഒപ്പം ആ ശക്തിരൂപിണി ചേർന്നിരിക്കുന്ന ആ ചിത്രം മനസ്സിൽ ഇങ്ങനെ കാണേണ്ട ഒന്നാണ്. അതാണ് സർവാരുണ അനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. സുമേരുമധ്യസംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. അപ്പൊ ഇതിൽ ആദ്യത്തെ നാമം വരുന്നത് സുമേരു മധ്യശൃംഗസ്ഥ എന്നുള്ളതാണ്. സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നഗര നായിക, അതായത് മഹാമേരു പർവ്വതത്തിന്റെ മുകളിലായിട്ട് കിഴക്കും തെക്ക് പടിഞ്ഞാറ് മൂലയിലും അതുപോലെ വടക്ക് പടിഞ്ഞാറ് മൂലയിലും, അപ്പൊ ഒരു ത്രികോണല്ലേ വരിക. ഈ ത്രികോണങ്ങളിൽ 3 ശൃംഗങ്ങളുണ്ട്. അതിൻ്റെ നടുകിലായിട്ട് ഒരു വലിയ ശിഖരം, ഏറ്റവും വലിയ ശൃംഗമുണ്ട്. അതിലാണ് ദേവി കുടികൊള്ളുന്നത്. ഈ 3 ശൃംഗങ്ങളിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്നു എന്ന് ദുർവാസാവ് മഹർഷി ലളിതാസ്തവരത്നത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഈ ശൃംഗമാകട്ടെ 400 യോജന വിസ്താരമുണ്ടെന്നും അതിൽ അനേക തരത്തിലുള്ള രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്. ഈ 4ാമതുള്ള ശൃംഗത്തിലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ചുറ്റിക്കൊണ്ടാണ് ദേവി ലളിതാ ത്രിപുരസുന്ദരി വസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം വരാം, തൊട്ടു മുന്നത്തെ നാമത്തില് ശിവ ഭഗവാന്റെ ഇടത്തെ തുടയിലാണ് ദേവി ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അത് മുഖ്യസ്ഥാനമാണ്. ഇതെല്ലാം വിശേഷ സ്ഥാനങ്ങളാണ്. അടുത്തത് പറയാൻ പോകുന്ന ശ്രീമന്നഗര നായിക എന്നുള്ളതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുമേരു മധ്യ ശൃംഗസ്ഥ എന്ന് പറയുന്നതൊക്കെ ദേവിയുടെ വിശേഷ സ്ഥാനങ്ങളായിട്ട് വേണം കാണാനായിട്ട്. സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗര നായിക. അടുത്ത നാമം ഇതിൽ വരുന്നത് ശ്രീമന്നഗര നായിക എന്നുള്ളതാണ്. അപ്പം തൊട്ടു മുന്നത്തെ നാമമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒന്നാണിത്. അപ്പം സുമേരു മധ്യ ശൃംഗസ്ഥ എന്ന് പറയുമ്പം അതിൻ്റെ നടുക്ക് തന്നെ ശ്രീമത്തായ നഗരമുണ്ട്, അഥവാ സൗഭാഗ്യപുരി. ആ സൗഭാഗ്യപുരിയിലാണ് ദേവി കുടികൊള്ളുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ശ്രീമന്നഗര നായിക, ശ്രീമത്തായ നഗരത്തിൻ്റെ നായികയായവൾ. നോക്കൂ, എത്ര മനോഹരമായ കൽപ്പനയാണ്. അപ്പം ദേവി ഇരിക്കുന്നത് മുഖ്യമായ സ്ഥാനം എന്ന് പറയുന്നത് ശിവകാമേശ്വരൻ്റെ അംഗത്തിൽ മടിത്തട്ടിലാണെങ്കിലും ദേവിയുടെ വിശേഷ സ്ഥാനങ്ങളായിട്ട് ഈ സൗഭാഗ്യപുരിയെയും അതുപോലെ തന്നെ മേരുപർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തെയും, അതായത് മേരുപർവ്വതം എന്ന് പറയുമ്പം നമുക്ക് 3 കൊടുമുടികളും അതിൻ്റെ നടുക്കുള്ള കൊടുമുടിയിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അതിൽ സൗഭാഗ്യപുരി ഉണ്ട്, അതിലാണ് ദേവിയുടെ സ്ഥാനം എന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, എത്ര മനോഹരമായ കൽപ്പനയിലാണ് ദേവിയുടെ ആ സ്ഥാനത്തെ വർണ്ണിച്ചിരിക്കുന്നത്. സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗര നായിക. ഇനി ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. ചിന്താമണി എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ഒരു രത്നമാണ്. ആ രത്നം കൊണ്ട് നിർമ്മിതമായ ഗൃഹത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ചിന്താമണി ഗൃഹാന്തസ്ഥ, ആഗ്രഹിച്ചതെന്തും നേടിത്തരുന്ന ചിന്താമണിയാകുന്ന രത്നം കൊണ്ട് നിർമ്മിതമായ ഗൃഹത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ളതാണ് ചിന്താമണി ഗൃഹാന്തസ്ഥ എന്നുള്ള നാമം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പഞ്ചബ്രഹ്മാസനസ്ഥിത. ഈ ചിന്താമണി ഗൃഹത്തിന് അകത്ത് പഞ്ചബ്രഹ്മാസനത്തിലാണ് ദേവി ഇരിക്കുന്നത്. ഈ പഞ്ചബ്രഹ്മാസനം എന്താന്ന് നോക്കാം. അതില് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, ഇങ്ങനെ 4 ശക്തികള് കാലുകളായിട്ടും അതിന് പുറത്ത് പലകയായിട്ട് പരമശിവനുണ്ട്. അതാണ് പഞ്ചബ്രഹ്മാസനം എന്ന് പറയുന്നത്. അതിന് പുറത്താണ് ദേവി ഇരിക്കുന്നത്. ഇതും ദേവിയുടെ ഒരു വിശേഷ സ്ഥാനമാണ്. ചിന്താമണി ഗൃഹത്തിനകത്ത് ദേവിയുടെ സ്ഥാനം പഞ്ചബ്രഹ്മാസനമാണ്. ഒന്നുകൂടെ പറയുന്നു, അത് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, അതുപോലെ ഈശ്വരൻ, ഇവർ 4 പേരും കാലുകളായി നിന്നുകൊണ്ട് അതിന് പുറത്ത് പലകയായിട്ട് പരമശിവൻ, അതിന് പുറത്താണ് ദേവിയുടെ സ്ഥാനം. എത്ര മനോഹരമായ കൽപ്പനയെന്ന് നോക്കൂ. അപ്പൊ ചിന്താമണി ഗൃഹത്തിനകത്തിരിക്കുന്ന ദേവിയുടെ ആ ഒരു രൂപവർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് സർവാരുണ അനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ. അത് കഴിഞ്ഞതിന് ശേഷം സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. അപ്പോൾ നമ്മൾ ഈ നാമങ്ങൾ ചൊല്ലുന്ന സമയത്ത് ദേവി ഇരിക്കുന്ന ആ ഒരു രൂപം മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരണം.